6 മണിക്ക് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ്, പിന്നെ CPM-ന്റെ പ്രവർത്തകര്, പഞ്ചായത്ത് മെമ്പർമാര്, അവിടുത്തെ പൊതുജനങ്ങള്, ഒരുവിധം ഇതറിഞ്ഞ എല്ലാവരും തന്നെ, ഫയർഫോഴ്സ്, പോലീസ്, എല്ലാ സംവിധാനങ്ങളും അവിടെ വന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു സഹകരണത്തോട് കൂടിയിട്ടാണ് കൊടകര ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംവിധാനവും അവിടെ സഹകരിച്ചിട്ടുണ്ട്. കളക്ടർ വന്നിട്ടുണ്ട്, മറ്റ് മേലധികാരികളും പഞ്ചായത്ത് സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. ഈ കെട്ടിടത്തിൽ അതിഥി തൊഴിലാളികൾ മാത്രമായിരുന്നോ താമസിച്ചിരുന്നത്? കെട്ടിടത്തിൽ അതിഥി തൊഴിലാളികൾ മാത്രമാണ് താമസിച്ചിരുന്നത്. ഇതിലിപ്പോ ഇതിന്റെ ഈ കെട്ടിടം കാണുമ്പോൾ തന്നെ ഒരു പഴകിയ കെട്ടിടമായിട്ടൊക്കെയാണ് മനസ്സിലാവുന്നത്. ഇതിന്റെ ഒരു ഉടമസ്ഥരൊക്കെ ആരാണ്? അവിടെ ഉള്ളവർ തന്നെയാണോ? അവരെന്താണ് ഈ പറയുന്നത്? കാരണം ഇത്രയും ഒരു അപകടാവസ്ഥയിലായ ഒരു കെട്ടിടമായിരുന്നു അത്. 2 ദിവസമായിട്ട് ഹെവി റെയിൻ ആണല്ലോ നമ്മുടെ നാട്ടില്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പഴകിയ ബിൽഡിങ്ങുകൾ, ഇപ്പൊ ഇന്നലെ ഇതല്ലാത്ത ആളുകൾ താമസിക്കുന്ന വീടിന്റെ ഒരു മൂല ഇടിഞ്ഞു വീണുണ്ട്. അപ്പൊ ഹെവി റെയിൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്, അതിന്റെ മെയിൻ്റെനൻസ് ചെയ്യാത്തതിന്റെ കുഴപ്പങ്ങൾ ഉണ്ടാവുമായിരിക്കാം. ഇതിപ്പോ നിലവിൽ ഈ കെട്ടിടം പൂർണ്ണമായും ദുരന്തമായിട്ട് തന്നെ ഹെവി റെയിന്റെ ഭാഗമായിട്ടുണ്ടായ അപകടം തന്നെ പറയേണ്ടി വരും. ഇതല്ലാതെ ആരും മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതോ അവരുടെ ഉടമകളോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രയും കനത്ത മഴയാണ് നമ്മുടെ നാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. 4-5 ദിവസമായിട്ട് നമുക്ക് പുറത്തേക്ക് വരെ ഇറങ്ങാൻ കഴിയാത്തത്ര ഹെവി റെയിനാണ് ഉള്ളത്. അതിന്റെ ഭാഗമായിട്ട് നനഞ്ഞു കുതിർന്നിട്ട് വീണതായിരിക്കും എന്നാണ്. പിന്നെ അത് വെട്ടുകല്ലില് മണ്ണ് തേച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്, അല്ലാതെ സിമന്റോ മറ്റു കോൺക്രീറ്റിങ്ങോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ അതിന് ബേസ് അല്ല. അതുകൊണ്ട് മണ്ണായതുകൊണ്ട്, മണ്ണും വെട്ടുകല്ലും ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഈ ഹെവി റെയിനില് കുതിർന്നിട്ടുണ്ടായിരിക്കും. ഇതിലിപ്പോ ഈ കെട്ടിടം പൂർണ്ണമായും തകർത്ത് കളയാനുള്ളൊരു നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഈ നമ്മൾ പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികളുടെ ബിൽഡിങ് നമ്മളിത് പറയേണ്ട കാര്യമില്ലല്ലോ, അൺഫിറ്റ് പറയേണ്ട കാര്യം പഞ്ചായത്തിനില്ലല്ലോ. നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ റെന്റിന് കൊടുത്തിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിലാണ് നമുക്കത് പറയാൻ കഴിയും. ഇത് സ്വകാര്യ വ്യക്തിയുടെ വീട് പോലെയുള്ള ഒരു സ്ഥാപനമാണ്. നമ്മളത് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ ബംഗാളികളെ ക്രമാതീതമായിട്ട് താമസിപ്പിക്കുന്ന ഇടങ്ങള് നോക്കി പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ നാളെ മുതൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതിലിപ്പോ നിലവിലിപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? കാരണം ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ ഇനിയും അവിടെ ഉണ്ടോ? ഇതിപ്പോ ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല താങ്കൾ പറഞ്ഞതുപോലെ. പക്ഷെ മഴയൊക്കെ വരുന്ന സമയത്ത് അത് അത്രത്തോളം അപകടമാകുമ്പോൾ അതിനെ സുരക്ഷിതമായി മാറ്റുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചെയ്യണമല്ലോ. അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചിട്ട് ഇപ്പൊ ഇന്നലെ ഒരു വീടിന്റെ ഒരു പോസ്റ്റർ തകർന്നിട്ട് നമ്മൾ അവരെ ഒരു പഞ്ചായത്തിന്റെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാളിലേക്ക് അവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണ സംവിധാനം അനുയോജ്യമായ സാഹചര്യങ്ങൾ, മോശമായ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നടപടികൾ എടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് അതിന് വേണ്ട നടപടികൾ എടുക്കുന്നതായിരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.